രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 37 റൺസിന്റെ നിർണായകമായ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. വിദർഭയുടെ 379 റൺസ് പിന്തുടർന്ന കേരളം 342 റൺസിന് പുറത്തായി. 98 റൺസ് നേടിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ. രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വിദർഭ താരം ഹർഷ് ദൂബെയുടെ പ്രകടനവും മൂന്നാം ദിവസം ശ്രദ്ധേയമായി. 3 വിക്കറ്റിന്റെ 131 റൺസ് എന്ന നിലയാണ് കേരളം മൂന്നാം ദിവസം ബാറ്റിംഗ് തുടങ്ങിയത്. കരുതലോടെയാണ് ആദിത്യ സർവാദയും സച്ചിൻ ബേബിയും ഇന്നിംഗ്സ് മുന്നോട്ട് നീക്കിയത്. സ്കോർ 170 നിൽക്കെ 79 റൺസ് എടുത്ത ആദിത്യ സർവാദയുടെ വിക്കറ്റാണ് കേരളത്തിന് ആദ്യം നഷ്ടമായത്. ഒരറ്റത്ത് സച്ചിൻ ബേബി ഉറച്ചു നിന്നെങ്കിലും തുടർന്നെത്തിയ മറ്റാർക്കും ദീർഘമായ ഇന്നിംഗ്സുകൾ കളിക്കാനാവാതെ പോയത് കേരളത്തിന് തിരിച്ചടിയായി. സൽമാൻ നിസാർ 21 റൺസ് എടുത്ത് പുറത്തായി. സച്ചിൻ ബേബിയും മുഹമ്മദ് അസറുദ്ദീനും ചേർന്ന് 59 റൺസിന്റെ കൂട്ടുകെട്ട് കേരളത്തിന് പ്രതീക്ഷ നൽകി. 34 റൺസ് എടുത്ത മുഹമ്മദ് അസറുദ്ദീൻ ദർശൻ നൽകണ്ടയുടെ പന്തിൽ LBW ആയത് കേരളത്തിന് തിരിച്ചടിയായി. തുടർന്നെത്തിയ ജലക് സക്സേനയും സച്ചിന് മികച്ച പിന്തുണയായി. ഇരുവരും ചേർന്ന് 7ാം വിക്കറ്റിൽ 46 റൺസ് കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ സ്കോർ 300 കടന്ന് ലീഡിലേക്ക് നീങ്ങിയേക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി സച്ചിൻ ബേബി പുറത്തായത്. അർഹിച്ച സെഞ്ചുറിക്ക് 2 റൺസ് അകലെയാണ് സച്ചിൻ പുറത്തായത്. സച്ചിൻ 235 പന്തുകളിൽ 10 ബൗണ്ടറി അടക്കം 98 റൺസ് നേടി. തുടർന്ന് കേരളത്തിന്റെ ചെറുത്തുനിൽപ്പ് അധികം നീണ്ടില്ല. 18 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ശേഷിച്ച 3 വിക്കറ്റുകൾ കൂടി നഷ്ടമായി. ജലക് സക്സേന 28ഉം ഏദൻ ആപ്പിൾട്ടൺ 10ഉം നിതീഷ് 1 റൺസും എടുത്ത് പുറത്തായി. വിദർഭയ്ക്ക് വേണ്ടി ദർശൻ നൽകണ്ടേ, ഹർഷ് ദൂബെ, പാർത്ഥ് നഗാഡെ എന്നിവർ 3 വിക്കറ്റ് വീതവും യഷ് താക്കൂർ 1 വിക്കറ്റും വീഴ്ത്തി. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.